അപ്പം അടുത്തത് നമ്മൾ 11ാമത്തെ ചാപ്റ്റർ ശാസ്ത്രലേഖനം എന്നുള്ള ഭൂമി എന്ന പുസ്തകം എന്നുള്ളതിൽ നിന്നാണ് അതൊരു തരം ശാസ്ത്ര ലേഖനമായിട്ടാണ് വരുന്നത്. ജീവജാലങ്ങൾ, അതായത് നമ്മളുടെ ഭൂമിക്ക് ഒരുപാട് കഥകളുണ്ട് പറയാമെന്ന് പറയണം. കാരണം എന്താ വെച്ചാൽ ഈ കാലപ്പഴക്കം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭൂമിയിൽ നശിച്ചു പോയിട്ടുണ്ട്. മനുഷ്യനും മൃഗങ്ങളും സസ്യങ്ങളും എന്ന് വേണ്ട പല പല കാര്യങ്ങളും നശിച്ച് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞു നിൽക്കുന്ന മണ്ണാണ്. അതുകൊണ്ടാണ് ഭൂമിക്ക് ഓരോ മണത്തരിക്കും കഥ പറയാനുണ്ടെന്നുള്ളതൊക്കെ ഇതിൽ പാഠത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ എന്തൊക്കെ ഈ ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്ത്, പുരാവസ്തു എന്ന് പറഞ്ഞാൽ എന്ത്, പുരാവസ്തു ഗവേഷണം എന്ന് പറഞ്ഞാൽ എന്ത്, പുരാവസ്തു ഗവേഷണം നടത്തുന്നവരെ പുരാവസ്തു ശാസ്ത്രജ്ഞർ എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കൂടെ ഒരു സംക്ഷിപ്ത രൂപമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചുരുക്കി ടീച്ചറൊന്ന് പറഞ്ഞുതരാം അതിനെ പറ്റിയിട്ട്. പുരാവസ്തുക്കളും ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ജൈവാവശിഷ്ടങ്ങളും കണ്ടുപിടിച്ച് അവയെക്കുറിച്ച് വിശദമായി പഠിക്കുന്ന ഒരു കൂട്ടം ശാസ്ത്രജ്ഞരുണ്ട്. അവരെ പുരാവസ്തു ശാസ്ത്രജ്ഞർ എന്ന് പറയുന്നു. അവർ കണ്ടുപിടിച്ച് എന്തിലാണോ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് അത് പുരാവസ്തു എന്ന് പറയുന്നു. മനസ്സിലായില്ലേ? പുരാവസ്തുക്കൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്ത് ഖനനം ചെയ്ത് കണ്ടുപിടിച്ച ആ വസ്തുക്കളിൽ ഗവേഷണം നടത്തുന്നവർ പുരാവസ്തു ഗവേഷകരും ആവുന്നു കേട്ടോ, ശാസ്ത്രജ്ഞരുമാവുന്നു. ആ ശാഖയുടെ പേരാണ് പുരാവസ്തു ശാസ്ത്രം, ആർക്കിയോളജി എന്ന് പറയുന്നത്. ഈ വിവരങ്ങളൊക്കെ നമുക്കറിയാൻ കഴിഞ്ഞത് പുരാവസ്തു ശാസ്ത്രജ്ഞന്മാരുടെ പഠനങ്ങളും കണ്ടുപിടുത്തങ്ങളുടെയും ഫലമാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന ആളുകളെ കണ്ടുപിടിച്ച് ഗവേഷണം നടത്തുന്നത് പുരാവസ്തു ഗവേഷകർ പറഞ്ഞില്ല, അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന സാധനത്തെ പറ്റിയൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ്? പുരാവസ്തു ഗവേഷണത്തിലൂടെ കുറേ കാര്യങ്ങൾ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയെന്ന് നമുക്ക് ചുരുക്കി നോക്കാം. ജർമ്മനിയിലെ തിയാൻഡർ താഴ്വരയിൽ നിന്നും ഒരു പ്രത്യേക ജാതി മനുഷ്യരുടെ തലയോടുകളും അസ്ഥികൂടങ്ങളും കണ്ടെത്തി. ജർമ്മനിയിലാട്ടോ, അവിടെ ഒന്നുമില്ല, അവിടെ തിയാൻഡർ താഴ്വരയിൽ ഒരു പ്രത്യേക ജാതി മനുഷ്യരുടെ തലയോടുകളും അസ്ഥികളും കണ്ടെത്തി. ആ തലയോടുകളും അസ്ഥികളും പരിശോധിച്ചപ്പോൾ മനസ്സിലായത് വളരെ കാലം മുന്നേ ജീവിച്ചിരുന്ന തികച്ചും മനുഷ്യനായി കഴിഞ്ഞിട്ടില്ലാത്ത ഒരു വിഭാഗം ജീവികളുടെ അവശിഷ്ടങ്ങളാണതെന്ന് കണ്ടെത്തി. മനുഷ്യരായിട്ടില്ല എന്നാൽ ഏതാണ്ടൊക്കെ മനുഷ്യരുടെ രീതിയിലുള്ള ഒരു തരം ജീവികളായിരുന്നു അതെന്ന് ആ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. തിയാൻഡർതാൽ മനുഷ്യരെക്കാൾ വളരെ കാലം മുമ്പ് ജീവിച്ചിരുന്ന ഒരു തരം കുരങ്ങു മനുഷ്യരുടെ അവശിഷ്ടങ്ങളാണ് അതെന്ന് ഡോക്ടർ ദുബോയ് മനസ്സിലാക്കി. അപ്പോൾ ജാവ മനുഷ്യരെന്ന് പറയുന്ന ഒരു വിഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തിയാൻഡർതാൽ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇത് കണ്ടുപിടിച്ചത്. പക്ഷെ അവരെന്താണ്, ഈ തിയാൻഡർതാല ആ കണ്ടുപിടുത്തത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യരെക്കാൾ മുന്നേ ഉണ്ടായിരുന്ന ഒരാൾക്കാരാണ് ജാവ മനുഷ്യരെന്ന് പറയുന്നത്. അതെവിടുന്നാണ് കണ്ടുപിടിച്ചത്? ജീവിച്ചിരുന്ന ഒരു തരം കുരങ്ങു മനുഷ്യരാണ് അവശിഷ്ടങ്ങളാണ് അതെന്ന് ഡോം ദുബോയ് മനസ്സിലാക്കി. അവയ്ക്ക് നിവർന്നു നടക്കുവാൻ കഴിവുണ്ടായിരുന്നു എന്നും അദ്ദേഹം കണ്ടുപിടിച്ചു. നിവർന്നു നടക്കുന്ന ആൾക്കുരങ്ങൻ അല്ലെങ്കിൽ പിത്തേക്കാന്ത്രോപ്പസ് ഇറക്റ്റ് എന്നാണ് ഇതിനെ ജാവ മനുഷ്യർ എന്നും വിളിക്കുന്നു. അപ്പോൾ ഇതിന് പല പേരുകളുണ്ട്, ജാവ മനുഷ്യരെന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ജാവ മനുഷ്യർ എന്തെന്ന് വെച്ചാൽ എവിടെയാണ്? തിയാൻഡർതാൽ മനുഷ്യരെക്കാൾ വളരെ കാലം മുൻപ് ജീവിച്ചിരുന്ന ഒരു തരം കുരങ്ങു മനുഷ്യരുടെ അവശിഷ്ടങ്ങളാണ്. അത് കണ്ടെത്തിയ ആൾ ഡോക്ടർ ദുബോയ്സ് ആണ് കണ്ടെത്തി അത് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി അടുത്തത് പേക്കിംഗ് മനുഷ്യർ. അത് ചൈനയുടെ തലസ്ഥാനമായ പേക്കിങ്ങിനടുത്തുള്ള ചൗക്കോത്തിയൻ ഗുഹകളിൽ നിന്ന് ചില തലയോടുകളും അസ്ഥികളും കണ്ടെത്തി. ഇത് ചൈനയിലാണ് നടക്കുന്നത് കേട്ടോ. ഇതും ജാവ മനുഷ്യരുടെ പോലുള്ള ഒരു തരം കുരങ്ങുകളുടെ അവശിഷ്ടങ്ങളാണെന്ന് ശാസ്ത്രജ്ഞൻ കണ്ടെത്തി. അപ്പോൾ ഈ ചൗക്കോത്തിയിൽ കണ്ടെത്തിയ ആ അസ്ഥികളും ജാവ മനുഷ്യരുടെ അസ്ഥികൾ ഏതാണ്ട് ഇതുപോലെയാണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇത്തരം കുരങ്ങു മനുഷ്യരെ പേക്കിംഗ് മനുഷ്യർ എന്ന് വിളിക്കുന്നു. 40 ലക്ഷം കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആസ്ട്രലോപീത്തേക്കസ് എന്ന് പറയുന്നത് കേട്ടോ.
അങ്ങനെയുള്ള ജീവിച്ചിരുന്ന തിയോണ്ടർതാൽ മനുഷ്യരെക്കാളും ജാവ പെക്കിംഗ് മനുഷ്യരെക്കാളും വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ആൾക്കുരങ്ങുകൾ ജീവിച്ചിരുന്നത്, പേക്കിംഗ് മനുഷ്യർ ജീവിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടെണ്ണം കണ്ട്, ജാവ മനുഷ്യരും തിയാണ്ടർതാലിൻ്റെ മനുഷ്യരെ കണ്ട്. അവരെക്കാട്ടിലും മുന്നേ ജീവിച്ചിരുന്നവരാണ് പേക്കിംഗ് മനുഷ്യരെന്നാണ് പറയപ്പെടുന്നത്. ഇനി ക്രൊമാഗ്നോൺ മനുഷ്യർ. 1868 ഫ്രാൻസിലെ ക്രൊമാഗ്നോൺ ഗുഹകളിൽ നിന്ന് ചില തലയോടുകളും കണ്ടെത്തി. മനുഷ്യരോട് വളരെ അടുപ്പമുള്ള യഥാർത്ഥ മനുഷ്യരെന്ന് വിളിക്കാവുന്ന ഒരിനം തലയോടുകളായിരുന്നു അവ. അപ്പോൾ ഈ 3 കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള ഏതാണ്ട് മനുഷ്യർക്ക് സാമ്യമുള്ള അസ്ഥികളാണ് അവിടെ നിന്ന് കണ്ടെത്തിയത്. ബുദ്ധിശേഷിയും കാര്യശേഷിയും ഉണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു ക്രൊമാഗ്നോൺ മനുഷ്യർ. അപ്പോൾ ക്രൊമാഗ്നോൺ മനുഷ്യരാണ് ഏറ്റവും മനുഷ്യരുമായിട്ട് അടുത്ത സാദൃശ്യമുള്ള പഴയ മനുഷ്യർ. അസ്ട്രലോപിത്തേക്കസ്, ജാവ മനുഷ്യർ, പെക്കിംഗ് മനുഷ്യർ തുടങ്ങിയ പേരുകൾ നമ്മൾ കേട്ട്. ഇവരൊന്നും ആൾക്കുരങ്ങുകളായിരുന്നില്ല, മനുഷ്യരുമായിരുന്നില്ല. നിവർന്നു നിൽക്കാൻ കഴിവുള്ള ഒരു തരം കുരങ്ങു മനുഷ്യരായിരുന്നു മാത്രം. അപ്പോൾ ഇവരൊക്കെ മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല, ഏതാണ്ട് നിവർന്ന് നിൽക്കാൻ കഴിവുള്ള ഒരു തരം കുരങ്ങ് വർഗങ്ങളായിരുന്നു. അതിനുശേഷം തിയാണ്ടർതാൽ മനുഷ്യർ, അവർ ഏറെക്കുറെ മനുഷ്യരായിരുന്നു, പൂർണ്ണ മനുഷ്യരായിരുന്നില്ല. അതിനുശേഷം ക്രൊമാഗ്നോൺ മനുഷ്യർ, അവർ ഏറെക്കുറെ മനുഷ്യരായിരുന്നു, പൂർണ്ണമായിരുന്നില്ല. അതിനുശേഷം ക്രൊമാഗ്നോൺ മനുഷ്യർ, അവർ തികച്ചും മനുഷ്യരായി കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണ് തികച്ചും മനുഷ്യരായി കഴിഞ്ഞ? ക്രൊമാഗ്നോൺ മനുഷ്യർ. ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ പറഞ്ഞു തന്നു, ശ്രദ്ധിക്കുക. പുരാവസ്തു ശാസ്ത്രജ്ഞരുടെ അന്വേഷണത്തിൻ്റെ ഫലമായി മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ള അനേക കാര്യങ്ങൾ ചിലത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അതിൽ ഭൂമിയിലെ ഓരോ മണൽത്തരിക്കും കഥ പറയാനുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഇതെല്ലാം മണ്ണിൻ്റെ അടിയിലാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഓരോ മണൽത്തരിക്കും കഥകൾ പറയാനുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ മണ്ണിനടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന വസ്തുക്കളുടെ ഒരു പട്ടിക തയ്യാറാക്കുക. ഇപ്പം ഇത്രയും കാലമായിട്ട് കണ്ടുപിടിച്ചത് എന്തൊക്കെ എന്നുള്ളതാണ് പറയുന്നത്. അതൊക്കെയാണ് നോക്കിക്കോളൂ. ഒന്നാമത്തെ എല്ലിൻ കഷ്ണങ്ങൾ കണ്ടെത്തി തുടങ്ങി. രണ്ടാമത് ശിലായുധങ്ങൾ കണ്ടെത്തി, ആയുധങ്ങളാട്ടോ കണ്ടെത്തി. പിന്നെ നാണയങ്ങൾ കണ്ടെത്തി, ശിലാലിഖിതങ്ങൾ കണ്ടെത്തി, സസ്യാവശിഷ്ടങ്ങൾ കണ്ടെത്തി, തലയോടുകൾ കണ്ടെത്തി, മൺപാത്ര കഷ്ണങ്ങൾ കണ്ടെത്തി, ധാന്യാവശിഷ്ടങ്ങൾ, ക്ഷേത്രങ്ങൾ, അങ്ങനെയുള്ള ഓരോന്നോരോന്നായിട്ട് കണ്ടെത്തുകയാണ് ചെയ്തത്. ഇനി തിയാണ്ടർ മനുഷ്യരെ പറ്റിയിട്ട് ഖണ്ഡിക ചോദിക്കാം, അതവിടെ പറഞ്ഞു കഴിഞ്ഞു, അതിൽ നിന്ന് നോക്കി എഴുതിയാൽ മതി. പിന്നെ ജാവ മനുഷ്യരെ പറ്റി അതുപോലെ ചോദിക്കാം. പിന്നെ ഇന്നത്തെ മനുഷ്യനുമായി വളരെ സാമീപ്യമുള്ള പുരാതന മനുഷ്യവർഗമേത്? അതേതായിരുന്നു? ക്രൊമാഗ്നോൺ മനുഷ്യർ. അവർ എവിടെയാണ്? ഫ്രാൻസിലെ ക്രൊമാഗ്നോൺ ഗുഹകളിൽ നിന്ന് ലഭിച്ച തലയോടുകളും അസ്ഥികളുമായിരുന്നത്. അവയ്ക്കാണ് ഏതാണ്ട് തികച്ചും മനുഷ്യരോട് സാമീപ്യമുണ്ടായിരുന്ന തലയോട്ടികൾ എന്നാണ് പറയുന്നത്. ഇനി അതിലത് കണ്ടുഎടുത്ത തലയോട്ടികളുടെ പ്രത്യേകതകളും ഗുണങ്ങൾ എന്താണ്, അവരുടെ പേരുകളും ഒക്കെ എന്ന് ചോദിച്ച് ഖണ്ഡികകൾ എഴുതാനേ വരാൻ സാധ്യതയുള്ളൂ കേട്ടോ. ഇനി അടുത്ത സംക്ഷേപണം. സംക്ഷേപണം എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുക. ഇപ്പം നമ്മളൊരു സിനിമ കണ്ടു വന്നാൽ അതിൻ്റെ സംക്ഷേപണ രൂപം നമ്മൾ പറഞ്ഞു കൊടുക്കില്ലേ? സംക്ഷിപ്ത ഒരു കഥ 2.5 മണിക്കൂർ കണ്ട സിനിമ ഒന്ന് നമ്മൾ കുത്തിയിരുന്ന് കഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയാൽ 2.5 മണിക്കൂർ ഇരുന്ന് കഥ പറയണോ? വേണ്ട. ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആ സിനിമ മൊത്തം ചുരുക്കി പറഞ്ഞു കൊടുക്കും. അതതിൻ്റെ സംക്ഷിപ്ത രൂപമാണ്. അതേപോലെ ഇപ്പോൾ വീട്ടിൽ ചിലവുകളൊക്കെ കൂടുമ്പോഴേ അച്ഛൻ പറയും ചിലവൊക്കെ ഒന്ന് ചുരുക്കണേന്ന് പറയും അല്ലേ? അതും സംക്ഷിപ്തമാണ്. ഇപ്പോൾ 5000 ഉറുപ്പ്യ ചിലവായിരുന്ന വീട്ടിൽ അത് കുറച്ചൊരു 3000 ആക്കി കഴിഞ്ഞാൽ അതൊരു ചുരുക്കലാണ്. ഭാഷകളിൽ ഈ ചുരുക്കലുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഭാഷകളുടെ ഏതാണ്ട് ഒരു ചുരുക്കാണ് സിനിമ കണ്ടു വന്നിട്ട് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഭാഷകൾ, സാഹിത്യത്തിലായാലും പിന്നെ ഉപന്യാസത്തിലായാലും ഏതെങ്കിലും ഒരു ഉപന്യാസം ചുരുക്കി 2 പുറത്ത് കവിയാതെ എഴുതുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ വരുന്നത്. അപ്പോൾ അവിടെ ഏതൊക്കെയാണ്? ഭാഷയിലും സംക്ഷേപണത്തിനും പ്രാധാന്യമുണ്ട്. ചുരുക്കി പറയുന്നതിനാണ് ശക്തി കൂടുക. ഒരു സിനിമ, കഥ കൂട്ടുകാർക്ക് നമ്മൾ ചുരുക്കി പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഉത്സവത്തിനോ കല്യാണത്തിനോ യാത്രയ്ക്കോ പോയാൽ വിവരങ്ങൾ നമ്മൾ ചുരുക്കി പറഞ്ഞു കൊടുക്കുന്നു. നല്ല പ്രഭാഷണം കേട്ടാൽ അതിലെ രക്തം ചുരുക്കം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ഇത്തരം സന്ദർഭങ്ങൾ ചുരുക്കി പറഞ്ഞു കൊടുക്കുന്നതിൽ നാം വിജയിക്കാറില്ലേ? എന്നതുപോലെ ഭാഷയിലും വിഷയങ്ങൾ ചുരുക്കി പറയുവാനുള്ള കഴിവ് നമ്മൾ നേടണം. അതിനെയാണ് ഒരു വിഷയത്തെ നമ്മൾ സംക്ഷേപിച്ചു പറയുന്നത്. അതാണ് സംക്ഷേപണം.
പാഠം സംക്ഷേപിച്ച് പറയുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഉപന്യാസം സംക്ഷിപ്തമായി പറയണം. അതായത് രണ്ട് പുറത്ത് കവിയാതെ എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഉപന്യാസം ഇരിക്കുക. അതെന്ത് ചെയ്യണം? അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ചുരുക്കി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആ ചുരുക്കി പറയുന്നതിൽ അതിൻ്റെ പോയിന്റുകളൊന്നും വിട്ടുപോകാതെ, അതിൻ്റെ തത്വങ്ങളൊന്നും വിട്ടുപോകാതെ, പ്രാധാന്യം വിട്ടുപോകാതെ പറയും വേണം. അല്ല എന്തെങ്കിലും ഞാൻ ചുരുക്കി എഴുതിയെന്ന് പറയാൻ പാടില്ല എന്നർത്ഥം. എൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊന്നും വിട്ടുപോകാതെ പറയണം. പിന്നെ അതിൽ ഒരു 2-3 കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതാണ് സംക്ഷിപ്തം എന്ന് പറയുന്നത്. ഒരു കഥ തന്നു കഴിഞ്ഞാൽ നിങ്ങളോട് സംക്ഷിപ്തമായി എഴുതാൻ വന്നാൽ ചെലവ് ചുരുക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? പറയത്തക്ക വലിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങളില്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. തിയാണ്ടർത്താല്, പിന്നെ ജാവ മനുഷ്യരുടെ പറ്റി പറയുന്നുണ്ട്, ഇന്നത്തെ മനുഷ്യനുമായിട്ടുള്ള ബന്ധം. അത് മറ്റേ ഏതാണ്, ശാസ്ത്രലേഖനത്തിൻ്റെയാണ്. ഇതിൽ സംക്ഷേപണത്തിൽ വരുന്നത് അങ്ങനെ പറയത്തക്ക ക്വസ്റ്റ്യൻ ഒന്നും വളരെ പ്രധാനപ്പെട്ടിട്ടൊന്നുമില്ല. എന്നാലും ചെറുത് 2-3-4 ചോദ്യമുണ്ട്, അതൊന്ന് പറയാം. ചെലവ് ചുരുക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? വരുമാനം കുറയുമ്പോൾ. പിന്നെ ചെലവ് ചുരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? അത്യാവശ്യ കാര്യങ്ങൾ അല്പം ചുരുക്കുക, ആർഭാടം ധാരാളിത്തം തികച്ചും ഒഴിവാക്കണം ഒക്കെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ഭാഷയിൽ സംക്ഷേപണത്തിൻ്റെ പ്രാധാന്യം എന്ത്? സംക്ഷേപണം കൊണ്ട് ഭാഷയ്ക്ക് ശക്തി കൂടുന്നു. അതായത് നമ്മളൊരു കഥ സിനിമ കണ്ടു വന്നാൽ അത് ചുരുക്കി പറഞ്ഞാലും നമുക്കത് കഥ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ആ സിനിമ എന്തെന്ന് മനസ്സിലാവുന്നുണ്ട്. അതാണ് അതിൻ്റെ ചുരുക്കി പറയുന്നതിൻ്റെ ഗുണം. പിന്നെ നിങ്ങളുടെ കുടുംബ വരുമാനം 1/3 ചുരുക്കിയാൽ ആ അവസ്ഥയെ എങ്ങനെയാണ് നേരിടുക? ഉള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ നോക്കണം. കടം വാങ്ങുന്നത് നല്ല ശീലമല്ല. ആർഭാടങ്ങളും ധാരാളിത്തങ്ങളും ഒഴിവാക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ 5000 ശമ്പളം കിട്ടുന്നത് അത് 3000 2500 ആയി എന്ന് വിചാരിച്ചോ. അപ്പം നമ്മളുടെ ചിലവുകളും അതിനനുസരിച്ച് വെക്കാം. അത് വിചാരിച്ച് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കായി രോഗം വന്നാൽ ചികിത്സിക്കാതെ ഇരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. അത്യാവശ്യം ചെയ്യണം, എന്നാൽ ആർഭാടങ്ങളും ധൂർത്തുകളെല്ലാം ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ചുരുക്കലുകൾ. ഇനി നിത്യജീവിതത്തിൽ ചുരുക്കി പറയേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ ഏതൊക്കെ? നേരത്തെ പറഞ്ഞതാണ്. സിനിമയും നാടകവും മറ്റും കണ്ട അതിൻ്റെ കഥ ചുരുക്കി പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ യാത്രകൾ പോയാൽ ചുരുക്കി പറയുന്നു. കാഴ്ച കണ്ടാൽ, ആഘോഷങ്ങൾ കണ്ട, പ്രഭാഷണങ്ങൾ കേട്ട, അവയെല്ലാം നമ്മൾ ചുരുക്കി പറഞ്ഞു കൊടുത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇനി അടുത്തത് യാത്രാ വിവരണമാണ്. അത് എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു ബാലി ദ്വീപിൽ ചെന്നിട്ട് ഒരു ഉത്സവം കണ്ട കഥയാണ്. അതിനെ പറ്റിയുള്ള വിവരണമാണ് ഇതിൽ പറയുന്നത്. ബാലി ദ്വീപിൽ ബാവ്ഡു യുങ് ഗ്രാമത്തിലെ പുരാപകാജി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയും അവിടുത്തെ കാഴ്ചകളുമാണ് ഈ പാഠത്തിൻ്റെ ഉള്ളടക്കം. ബാലി ദ്വീപിലെ അനുഭവങ്ങൾ കേരളത്തിലെ ഭൂപ്രകൃതിയും സംസ്കാരവുമായി കോർത്തിണക്കിക്കൊണ്ടാണ് ഇത് രചിച്ചിട്ടുള്ളത്. ഇതിലെ വിഷയം ഇങ്ങനെയാണ്. അപ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരുപാട് സംസ്കാരങ്ങളും ആചാരങ്ങളില്ല, സംസ്കാരങ്ങളൊക്കെ ആയിട്ട് ആ ബാലി ദ്വീപത്തെ ഓരോ കാര്യത്തിലും അടുപ്പമുണ്ട് എന്ന് ലേഖകന് മനസ്സിലാവും. അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ചക്കോർദയോട് ലേഖകൻ ബാൻഡുയുങ് എന്ന ഗ്രാമം സന്ദർശിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ചക്കോർദ നമ്മളുടെ ലേഖകൻ്റെ ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് പറയാണ് ബാൻഡുയുങ് എന്ന് പറഞ്ഞ ഗ്രാമം കാണണം, അവിടെ എന്തോ ഉത്സവം നടക്കുന്നത് കാണണം എന്ന് പറയാണ്. അഗുങ്മാങ്ങും ചക്കോദയും പുത്രി ശ്രീയാത്തൂണും വേലക്കാരനുമൊത്ത് ലേഖകൻ യാത്ര പുറപ്പെടുന്നു. ആ ഗ്രാമത്തിലേക്ക് യാത്ര പോയി. അവിടുത്തെ നടപ്പാതകളും ഇടവഴികളും മൺമതിലുകളും തെങ്ങും മാവും പ്ലാവും മറ്റു വൃക്ഷലതാദികളും കോരിച്ചൊരിയുന്ന മഴയും ലേഖകൻ കേരളവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിവരിക്കുന്നു. അവിടുത്തെ ഉത്സവത്തിന് വരുന്ന അർദ്ധനഗ്നാംഗികളായ സ്ത്രീകൾ, പെൺകിടാങ്ങളും അവരുടെ പൊട്ടിച്ചിരികളും ഉത്സവപ്പറമ്പുകളും ചന്തയിലെ കോലാഹലങ്ങളുമൊക്കെ ലേഖകൻ ഈ പാഠത്തിൽ വിവരിക്കുന്നുണ്ട്. അവിടെ ചെന്ന ആ ഉത്സവപ്പറമ്പ് കണ്ട വിവരണങ്ങളൊക്കെ അത് നല്ല ഭംഗിയായിട്ട് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ലേഖകൻ ഈ പാഠത്തിൽ വിവരിച്ചിട്ടുണ്ട്. ബാലി ദ്വീപിലെ ഗ്രാമങ്ങളിലെ പച്ച നെൽപ്പാടങ്ങളും കുന്നിൻ ചെരുവുകളും കുണ്ടനിടവഴികളും കണ്ട് ലേഖകൻ ഞാൻ കോഴിക്കോട്ടെ ചേവായൂരിലാണോ എന്ന് എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് സംശയിച്ചു പോയി. അപ്പോൾ ആ കുണ്ടനിടവഴികളും പിന്നെന്തൊക്കെയാ കുന്നിൻ ചെരുവുകളും പച്ച നെൽപ്പാടങ്ങളും ഇതിലൂടെ ഒക്കെ ഇങ്ങനെ ലേഖകൻ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് തോന്നുക ഞാനിപ്പോൾ ചേവായൂരിലാണോ. ചേവായൂർ പറഞ്ഞാൽ കോഴിക്കോട് അടുത്ത് മെഡിക്കൽ കോളേജിനടുത്തുള്ളൊരു സ്ഥലമാണ്. അവിടെയാണോ
ഞാനിപ്പോൾ എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. അത്രയും നമ്മളുടെ കേരളവുമായിട്ട് സാമീപ്യം തോന്നുന്ന ഒരു പ്രദേശമാണ് ബാലിദ്വീപ്. പിന്നെ അതിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പറയാം. ചക്കോർദയെ വയറ് കുലുങ്ങ ചിരിപ്പിച്ച സന്ദർഭമേത്? വേലക്കാരൻ വഴിയിൽ ഉരുണ്ടു പിരണ്ടു വീണ സംഭവം. അപ്പോൾ പോണ പോക്കിൽ ചക്കോർദ വീണുപോയി. ചക്കോർദ അല്ല, വേലക്കാരൻ വീണുപോയി. അതിനാണ് ചിരിച്ചത്. പപ്പടം ചുടുന്നത് പോലെ അനുഭവപ്പെട്ട മണം എന്തായിരുന്നു? പാമ്പിൻ്റെ വായ്നാറ്റം. അത് നമ്മളുടെ ഇവിടെയൊക്കെ ചിലപ്പോൾ കേൾക്കല്ല. പപ്പടം ചുടുന്ന പോലെ, അല്ലെങ്കിൽ പൂളക്കിഴങ്ങ്, പൂളാറില്ല, കപ്പാറില്ല, അത് പുഴുങ്ങുന്ന ഗന്ധമൊക്കെ ഉണ്ടാവും സർപ്പങ്ങൾ വായ് പിളർന്ന് അതിൻ്റെ മാളത്ത് കിടക്കുമ്പോൾ. പിന്നെ ആ ചൂട്ടിൻ്റെ കോലവും കെട്ടും മട്ടും കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ലേഖ അത്ഭുതപ്പെടാൻ കാരണമെന്ത്? അപ്പോൾ അവിടെ വെളിച്ചത്തിന് വേണ്ടി ആ ചക്കോർദ ഒരു ചൂട്ട് കൊണ്ടുവരുന്നുണ്ട്. ആ ചൂട്ട് കണ്ടപ്പോൾ ലേഖ അത്ഭുതപ്പെട്ടു പോയി. എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. ചേവായൂരിലെ രാരുനായരുടെ പീടികയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന അതേ ചൂട്ടിൻ്റെ രൂപം തന്നെ. അത് കണ്ടാൽ ലേഖകൻ അത്ഭുതപ്പെട്ടത്. അതുകൊണ്ടാണ് ലേഖ അത്ഭുതം. ചൂട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. പണ്ട് കാലത്തൊക്കെ ടോർച്ചുണ്ടാവും. പണ്ട് അപൂർവം ബാറ്ററിയൊക്കെ ഇട്ട് അപൂർവം ആൾക്കാരുടെ കയ്യിൽ ടോർച്ചൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചൂട്ട് കത്തിച്ചാൽ പോവുക. ഓലക്കൊടി എന്ന് അറിയില്ലേ? ഓലക്കൊടി നീളത്തിൽ ഉയർന്നെടുത്തിട്ട് അത് 2-3 കെട്ടൊക്കെ കെട്ടും. എന്നിട്ട് അതിൻ്റെ തുമ്പ് കത്തിക്കും. എന്നിട്ട് തുമ്പ് കത്തി ഈ കെട്ടുള്ളതിനോണ്ട് പെട്ടെന്ന് പാളി കൊണ്ട് പോരില്ല. അപ്പോൾ ആ കെട്ട് വന്ന് അണഞ്ഞാലും കണലയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ കെട്ട് അങ്ങോട്ട് വിടത്തി കൊടുത്താൽ വീണ്ടും നല്ലോണം കിട്ടും. അങ്ങനെയുള്ള ഒരു സാധനമാണ് ചൂട്ടെന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടുത്തെ ചൂട്ട് പോലെ തന്നെ അവിടെയും ചൂട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ തന്നെ. ചേവായൂരിൽ രാരുനായർ പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അയാളുടെ കടയിൽ ചൂട്ട് അന്നൊക്കെ വേണം. ചൂട്ട് ലൈറ്റൊന്നും ഇല്ലല്ലോ. അപ്പം കടയിൽ നിന്ന് സാധനമൊക്കെ മേടിച്ച് പോകുന്നവർക്ക് ചൂട്ട് കത്തിച്ച് പോകേണ്ടി വരും. അപ്പോൾ അതിന് വെച്ച ചൂട്ടിൻ്റെ അതേ മാതൃകയാണ് ഇവിടെ കണ്ടത്. അതാണ് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയത്. ഇനി മിന്നാമിന്നിങ്ങിൻ പറ്റം മണ്ണെണ്ണ വിളക്കുമായി മാറി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അകലെ നിന്ന് നോക്കിയപ്പോൾ മിന്നാമിന്നിങ്ങിൻ പറ്റം പോലെ തോന്നിയത് അവിടെ എത്തിയപ്പോൾ മണ്ണെണ്ണ വിളക്കുകളാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ ദൂരെ നിന്ന് കണ്ടപ്പോൾ വിചാരിച്ചു ഇങ്ങനെ വിളക്കുകൾ കണ്ടപ്പോൾ വിളക്കാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നില്ല. മിന്നാമിനുങ്ങാണെന്നാ തോന്നി. അത്രയും ദൂരെയാണെന്ന് അർത്ഥം. അടുത്തടുത്ത് വന്നപ്പോൾ അത് മുഴുവൻ എന്തായിരുന്നു? മണ്ണെണ്ണ വിളക്കുകളായിരുന്നു. അതാണ് പറഞ്ഞത് മിന്നാമിനുങ്ങുകളെല്ലാം മണ്ണെണ്ണ വിളക്കുകളായി മാറി എന്ന് പറയാൻ തോന്നിയത്. മിന്നാമിനുങ്ങിൻ പറ്റം മണ്ണെണ്ണ വിളക്കുമായി മാറി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ബാലിയിലെ ചുറ്റമ്പലങ്ങൾ കേരളത്തിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത്? അമ്പലത്തിലെത്തുന്നു, അമ്പലം കാണുന്നു, അപ്പോൾ അവിടുത്തെ പ്രത്യേകതകളൊക്കെ ലേഖനം മനസ്സിലാവുന്നു. അപ്പോൾ അവിടുത്തെ ചുറ്റമ്പലത്തിൻ്റെ പ്രത്യേകത നമ്മളുടെ ഇവിടുത്തേതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. എന്താണത്? ബാലിയിലെ ക്ഷേത്രങ്ങൾക്ക് 3 ചുറ്റമ്പലങ്ങളുണ്ട്. നമുക്കിവിടെ ഒരു ചുറ്റമ്പലം ഉള്ളത്, എന്നാൽ ബാലിയിൽ 3 ചുറ്റമ്പലങ്ങളാണുള്ളത്. ബാലിക്കാർ തീർത്ഥം സ്വീകരിക്കുന്ന രീതി അങ്ങനെയാണ്. ബാലിക്കാർ തീർത്ഥം അമ്പലത്തിൽ നിന്ന് തീർത്ഥം കിട്ടില്ല. തീർത്ഥം മേടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? തീർത്ഥം വാങ്ങിക്കുന്നു, ഇങ്ങനെ കുടിക്കുന്നു. അത് തലയിലൂടെ അങ്ങനെ ആക്കുക ചെയ്യുക. പക്ഷെ അവിടെ എന്താണ് പറയുന്നത്? അതിന് സ്വീകരിക്കുന്ന രീതിയാണ്. തീർത്ഥം ജലം കുടിച്ചതിന് ശേഷം നമ്മൾ മൊത്തിയല്ല കുടിക്കുക, ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക ചെയ്യുക. ഇങ്ങനെ മേടിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുക, മൊത്തി കുടിക്കില്ല നമ്മൾ. എന്നിട്ട് എന്ത് ചെയ്യണു? ആ ബാക്കി ഉണ്ടാവുന്ന തലയിലൂടെ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇവരങ്ങനെയല്ല ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? തീർത്ഥജലം കുടിച്ചതിന് ശേഷം നനഞ്ഞ കൈ തലയിൽ തേക്കുന്നു, ഉരയ്ക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് എന്താന്ന് അത് അവിടുത്തെ ആചാരമായിരിക്കാം. ക്ഷേത്രത്തിലേക്ക് വരുന്ന ബാലി സ്ത്രീകളുടെ ഉത്സവവേഷത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ? ക്ഷേത്രത്തിലേക്ക് വരുന്ന ബാലി സ്ത്രീകളുടെ വേഷം എന്താണെന്ന്. പലതും വേഷങ്ങളും മാറി മാറിയല്ല. അക്കാലത്ത് അവിടുത്തെ വേഷം അതായിരിക്കാം. സ്വർണ്ണ കസവിൻ്റെ ഇലകളും പൂക്കളും നക്ഷത്രങ്ങളും വിലസുന്ന പച്ചപ്പട്ടു തുണി, പച്ചപ്പട്ടാണ് കൊടുക്കുക. അതിൽ നിറയെ കസവിൻ്റെ പൂക്കളും ഇലകളും ഒക്കെ ആയിട്ട് ഒരുപാട് കസവിൻ്റെ പണികളുണ്ടായിരിക്കും. അത് എന്ത് ചെയ്യുന്നു? ആ തുണി കാലിൻ്റെ നെരിയാണി കഴിയുമാറ് താഴ്ത്തി കൊടുക്കുന്നു. നെരിയാണി പറഞ്ഞാൽ ഈ നമ്മളുടെ പാദത്തിൻ്റെ മേലെ ആയിക്കൊണ്ട് ആ ആണി കാണുന്നില്ല, അത് പാദം വരെ എന്നർത്ഥം. താഴ്ത്തി ഉടുത്തിട്ട് വയറ്റിനു മീതെ കവിയുമാറ് താഴ്ത്തി ഉടുത്ത് മാറു പകുതി മറച്ചുകൊണ്ട്,
മാറ് പകുതിയെ മറക്കുള്ളൂ, മുഴുവൻ മറക്കില്ല. അങ്ങനെ പകുതി മറച്ചുകൊണ്ട് വയറ്റിന് മീതെ ഒരു മഞ്ഞ കച്ച ചുറ്റി, എന്നിട്ട് ഇവിടെ വയറിനോൻ്റെ മേലായിട്ട് ഒരു മഞ്ഞ വസ്ത്രം ചുറ്റുന്നു. തലമുടിക്കെട്ടിൽ ഒരു വെള്ള തൂവാല മടക്കി കെട്ടിയിട്ട് നടന ഭംഗി കലർന്ന കാൽവെപ്പുകളോടെയാണ് ആ കമനീയാംഗികൾ വരുന്നത്. അപ്പോൾ എന്താണ്, മഞ്ഞപ്പട്ട അല്ല പച്ച പട്ടാണ്, നല്ല കസവിൻ്റെ പണികളൊക്കെ അതിലുണ്ടായിരിക്കുക. അതും മാറിൻ്റെ പകുതി മറച്ചുകൊണ്ട്, ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ പോലെ തന്നെ പകുതി മറച്ചുകൊണ്ട്, ഇപ്പോൾ കണ്ടില്ലേ സിനിമ നടികളുടെ ഒക്കെ വേഷങ്ങൾ ഏതാണ്ട് അതുപോലെ ആയിരിക്കാം. അതാണിപ്പോൾ ലേഖനം പറഞ്ഞ വിധത്തിൽ വരുമ്പോഴതാണ് മാറിൻ്റെ പകുതിയെ മറച്ചിട്ടുള്ളൂ. പച്ച എന്താണ് കസവിൻ്റെ തുണിയാണ് ഉടുക്കുന്നത്. അത് നെരിയാണി വരെ ഇറക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വയറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മഞ്ഞ വസ്ത്രം, ഒരു തുണി ചുറ്റുന്നുണ്ട്. പിന്നെ തലയിൽ വന്നിട്ട് മുടിക്കെട്ടിലൊരു വെള്ള തുണിയും കെട്ടുന്നുണ്ട്. അങ്ങനെ നടന ഭംഗി കലർന്ന കാൽവെപ്പുകളര നല്ല ഭംഗിയോടുകൂടി സുന്ദരിമാരുടെ അന്നനടയൊക്കെ നടന്നുകൊണ്ടിട്ടാണ് അങ്ങനെ വരുന്നത്. കമനീയാംഗികൾ, കാണാൻ കൗതുകമുള്ള ഭംഗിയുള്ള സ്ത്രീകൾ ഉത്സവപ്പറമ്പിലേക്ക് വരുന്നത്. ഇനി ക്ഷേത്രത്തിലെ നൃത്ത കലാപരിപാടികൾ നടക്കാത്തത് എന്തുകൊണ്ട്? അപ്പോൾ നൃത്ത കലാപരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ, പക്ഷെ അത് നടന്നില്ല. കാരണം എന്താ, നല്ല മഴയായിപ്പോയി, അതുകൊണ്ടിട്ട് നടന്നില്ല. അപ്പത്തട്ടുകൾ നവരത്ന ഖചിതമായ മതിലുകൾ പോലെ തോന്നാൻ കാരണമെന്ത്? അതായത് ഈ അപ്പങ്ങളാണ് അവിടെ അന്നത്തെ ഉത്സവത്തിന് കാഴ്ചകളായിട്ട് നാട്ടുകാർ കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന അപ്പം ഇങ്ങനെ അട്ടിക്കായിട്ട് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ അതിൻ്റെ ആ അപ്പത്തിൻ്റെ കാഴ്ചകൾ, അപ്പം പല നിറത്തിലാണ് ഉണ്ടാക്കുന്നു പറയുന്നത്. അപ്പത്തിന് പല നിറങ്ങൾ കൊടുക്കണ്ട, പല നിറങ്ങളും കളറുകളും ഒഴിക്കുന്നുണ്ടായിരിക്കും നമുക്കറിഞ്ഞൂടെ. അങ്ങനെയുള്ള ആ നിറങ്ങളെ കണ്ടിട്ടാണ് അപ്പം ഇങ്ങനെ ഉരുണ്ടുണ്ടാവില്ല. അപ്പം ആ നിറങ്ങൾ കണ്ട് അങ്ങനെ ആ ഉരുളിച്ചയും കൂടെ കണ്ടിട്ടാണ് കവി പറഞ്ഞത് നവരത്ന ഖചിതമായ മതിലുകളാണോ എന്ന് തോന്നാൻ കാരണം. ഇനി അപ്പത്തട്ടുകൾ ഊട്ടുപുരയിലെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരുന്നു? അപ്പോൾ ഊട്ടുപുരയിൽ ഒരുപാട് ശബ്ദങ്ങളും കോലാഹലങ്ങളും കേൾക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. പെണ്ണുങ്ങൾ അരി ഇടിക്കുകയും മസാല പൊടിക്കുകയും നാളികേരം ചെരുകുകയും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഉത്സവത്തിന് വേണ്ടുന്നതായിട്ടുള്ള എന്താ പറയുക കലവറ പ്രവർത്തനമാണ് അതിൻ്റെ ഉള്ളിൽ നടന്നിരുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ യാത്രാവിവരണത്തിൽ ലേഖകൻ നമുക്ക് പറഞ്ഞു തന്ന ആ ബാലിദ്വീപിനെ പറ്റി പറഞ്ഞു തന്നിട്ടുള്ള വിവരണങ്ങൾ. പഠിക്കൽ ഇവിടെ കഴിഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും കാണാം.